കായംകുളം സർക്കാർ ആശുപത്രിയിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ UDF ഭരണ നേതൃത്വം ചട്ടലംഘനം നടത്തുകയാണെന്ന് BJP പാർലമെന്ററി പാർട്ടി. സ്വന്തക്കാരെ മാത്രം തിരികെ കയറ്റി കമ്മിറ്റി രൂപീകരിക്കുവാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ രാജേഷ് കമത്ത് പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യത്തിൽ UDF ഭരണ നേതൃത്വം ചട്ടലംഘനം നടത്തുകയാണെന്ന് നഗരസഭ BJP പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. നമുക്കറിയാം, ഇപ്പോൾ പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് തീർക്കേണ്ടതായിട്ടുള്ള സമയപരിമിതി ധാരാളമുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കായംകുളം നഗരസഭയിൽ നടന്ന കൗൺസിൽ മീറ്റിങ്ങിൽ കായംകുളത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കായംകുളം താലൂക്ക് ആശുപത്രി. ഈ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി HMCയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിൻ്റെ ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചർച്ചയിൽ അവിടുത്തെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കറിയാം അതിനൊരു നോംസ് ഉണ്ട്. ആ നോംസ് അനുസരിച്ചാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത്. കൗൺസിൽ അംഗങ്ങളുണ്ടായിരിക്കണം, അതുപോലെ ചെയർമാൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കണം. പക്ഷേ കൗൺസിലിൻ്റെ ഒരു ചർച്ചയിൽ വന്ന വിഷയം എല്ലാ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരെ ഉൾപ്പെടെ, അതുപോലെ പ്രസ് മാധ്യമങ്ങൾ, അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടെ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ആ നോംസ് അനുസരിച്ച് കൊണ്ട് തന്നെ HMC അംഗങ്ങളെ തിരഞ്ഞെടുക്കണമെന്നാണ് BJP ആവശ്യപ്പെട്ടത്. പക്ഷേ അതിന് യാതൊരു വിധത്തിലുള്ള ഇതും കാണിക്കാതെ കൗൺസിലിൽ ഏകപക്ഷീയമായ രീതിയിൽ ഭരണകക്ഷി തീരുമാനമെടുക്കുകയും HMC അംഗങ്ങളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു നടപടിയിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഇത് കായംകുളം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ ആശുപത്രി, സാധാരണക്കാരൻ്റെ ആശുപത്രിയാണ്. അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമായിട്ടുള്ള ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ട നഗരസഭയുടെ നടപടിയിൽ BJP ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾ അതിനുള്ള പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഗരസഭാ കൗൺസിലിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ നിയമാനുസൃതമായ രീതിയിൽ നടപടികൾ കൈക്കൊള്ളണമെന്നും അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും BJP ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ സഭ തീരുമാനം ഏകകണ്ഠമായി അംഗീകരിക്കുകയും വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായി BJP പാർലമെന്ററി പാർട്ടി ലീഡർ രാജേഷ് കമത്ത് പറഞ്ഞു. എന്നാൽ ഇതിനെല്ലാം ഘടകവിരുദ്ധമായി സ്വന്തക്കാരെ മാത്രം തിരികെ കയറ്റി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുവാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ വകുപ്പുകളിലെ പ്രതിനിധികൾ, കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ, പത്രമാധ്യമ പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തി സർക്കാർ ആശുപത്രി HMC രൂപീകരിക്കണമെന്നും പറഞ്ഞു. പ്രതിഷേധ യോഗത്തിൽ കൗൺസിലർമാരായ പുളിയറ വേണുഗോപാൽ, അനിത, ഷീല പ്രസാദ്, കവിത രാജേഷ് എന്നിവരും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.